ഹത്രാസിൽ ഒരു ബാബാസ്വാമിയുടെ ആശ്രമത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരണപ്പെട്ട ഒരു സംഭവം നമ്മൾ വായിച്ചു കാണും. പാവങ്ങളായ മനുഷ്യർ ബാബ നടന്നു വരുന്ന വഴിയിലെ മണ്ണ് വാരി തിന്നാൻ വേണ്ടി ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടാക്കി അവിടേക്ക് ചെന്നപ്പോൾ ചവിട്ടി അരയ്ക്കപ്പെട്ടു പോയതാണ് പട്ടിണി പാവങ്ങളായ മനുഷ്യരായ സാധാരണക്കാരായ നാട്ടുകാർ. അതിൻ്റെ വളരെ ദയനീയ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ പോലീസ് അന്വേഷണ റിപ്പോർട്ടും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ ഈ ആശ്രമത്തിൻ്റെ അധിപനും എല്ലാമെല്ലാമായ ഭോലെ ബാബായിക്ക് യാതൊരു പങ്കും ഇക്കാര്യത്തിലില്ലെന്നും അദ്ദേഹം ഇതിന് ഉത്തരവാദിയല്ലെന്നും സംഘാടന പിഴവ് കൊണ്ടും പടച്ചവൻ്റെ കൃപ കൊണ്ടും പരീക്ഷണം കൊണ്ടും സംഭവിച്ചതാണെന്നും അന്വേഷണ കമ്മീഷനും കോടതിയുമൊക്കെ വിധിയെഴുതി. എവിടെയാണ് വിധി എഴുതിയത്? ഉത്തർപ്രദേശിൽ. അതേ ഉത്തർപ്രദേശിൽ ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോയതിന് കഫീൽ ഖാനെ ഓടിച്ചിട്ടടിച്ച് ഉള്ള ജയിലിൽ മൊത്തം പിടിച്ചിട്ടിരുന്ന അവിടെയാണ് ഇത്തരമൊരു സംഗതി ഉണ്ടായത്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാനാവൂ എന്നുള്ളതാണൊരു സത്യമായ അവസ്ഥ. ഹത്രാസ് വളരെ പ്രസിദ്ധമാണ്, കുപ്രസിദ്ധമാണ്. ഒരു കുഞ്ഞ് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊന്ന ഇടമാണ് ഹത്രാസ്. ആ ഹത്രാസിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ സിദ്ദീഖാപ്പനെ പിടിച്ച് ജയിലിലിട്ട് ആഗോള ഭീകരവാദത്തിൻ്റെ തന്ത്രം മെനയാനായി പോകുന്ന ആളെന്നുള്ള രീതിയിൽ ജയിലിലകത്തും പുറത്തു വിട്ട് പുള്ളിയെ വെള്ളം കുടഞ്ഞ് കൈകാര്യം ചെയ്ത് പാവപ്പെട്ടവനെ തിരിച്ചയച്ചത്. അതിന് നമ്മുടെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള മതേതര കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരും ചുക്കാൻ പിടിച്ചു എന്നുള്ള വാർത്തയൊക്കെ നമ്മളന്ന് കേട്ടതാണ്, കഴിഞ്ഞതാണ്. പിന്നെയാണ് ഹത്രാസ് വീണ്ടും പ്രസിദ്ധമാകുന്നത്, കുപ്രസിദ്ധമാകുന്നത് വേദനാകരമായ ഒരു സംഭവത്തിലൂടെയാണ്. അത് വേറൊന്നുമല്ല, 121 സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ ഭോലെ ബാബ എന്ന് പറയുന്ന ഒരു ആൾ ദൈവത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം പോകുന്ന വഴിയിലെ മണ്ണ് വാരി തിന്നാനോ വേറെ ഏതാണ്ട് ഉത്സവത്തിനോ എല്ലാം കൂടി ഇടിച്ച് മറിഞ്ഞ് 121 പേർ തിക്കിലും തിരക്കിലും പെട്ട് ചവിട്ടി അരഞ്ഞും ഉന്തിലും തള്ളിലും പെട്ട് മരണപ്പെട്ടു. വലിയ വാർത്തയായിരുന്നു. അത് വലിയ സംഭവമൊക്കെയായി. അതിൻ്റെ പേരിൽ കേസെടുത്തു. സംഗതികളുടെ അന്വേഷണമൊക്കെ ഇപ്പോൾ പൂർത്തിയായി. പോലീസും അന്വേഷിച്ചു, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജും അന്വേഷിച്ചു. അന്വേഷണത്തെക്കുറിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ബാബരി മസ്ജിദ് തകർക്കുന്നത് കണ്ടില്ല, അതിന് വേണ്ടത്ര തെളിവുകളില്ല, ദൃശ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കിയ കോടതികളിൽ നിന്ന് വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ആ റിപ്പോർട്ട് പ്രകാരം ഭോലെ ബാബ എന്ന് പറയുന്ന അവിടുത്തെ സ്വാമിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അദ്ദേഹം നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഇതിന് ഉത്തരവാദിയല്ല. അവിടുത്തെ സംഘാടകരുടെയും ആ ഏർപ്പാടുണ്ടാക്കിയവരുടെയും ഒക്കെ പിഴവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അതിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നു. ഇതേ സ്ഥലത്താണ് ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോയ സംഭവം. സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് വാങ്ങി വീണ്ടും നിറച്ചിട്ടും മതിയാവാതെ വന്നപ്പോൾ അങ്ങനെ സംഭവിച്ച വാർത്ത പുറത്തു വന്നതോടുകൂടി അതിൻ്റെ എല്ലാം ഉത്തരവാദിയായി അവിടുത്തെ ഒരു ഡോക്ടർ കഫീൽ ഖാനെ പിടിച്ചിട്ട് കൈകാര്യം ചെയ്ത് വെള്ളം കുടഞ്ഞ് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അതുപോലെയുള്ള എല്ലാവരും നിശബ്ദരായി നോക്കി നിന്നു. ഇപ്പോൾ എവിടെയാണെന്നറിയത്തില്ല, പാവം എവിടെയോ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകളോ അതും ഇതുമൊക്കെ കാണും. സംഗതി എന്തായാലും ഇപ്പോൾ സ്വാമി ഒരു കുറ്റക്കാരനെയല്ല, ഒരു പ്രശ്നവുമില്ല, പുള്ളി ഇതിനൊന്നും ഉത്തരവാദിയല്ല. ചിലപ്പോൾ അടുത്ത തവണയോ അതിൻ്റെ അടുത്ത തവണയോ ഒക്കെ ഏതെങ്കിലും തരത്തിലെ ദേശീയ പുരസ്കാരത്തിന് സ്വാമി അർഹനായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് ഇന്ത്യയല്ല, ഭാരതമാണ്. ഭാരതം.